ഞാനൊരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് അടക്കം എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. നിങ്ങളൊരു സംഭവം തന്നെയാണ് സാർ, നുണ പറയുന്ന കാര്യത്തിൽ മാത്രം. 2023 നടന്ന നവകേരള സദസ്സിന്റെ പരിപാടിയിൽ താങ്കൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞ ഈ വ്യക്തി അതേ താങ്കളുമായി നിൽക്കുന്ന ചിത്രം 2021 തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇങ്ങനെ ന്യായീകരിച്ച് നുണ പറയുന്ന കാര്യത്തിൽ താങ്കൾ ഒരു മഹാസംഭവം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, താങ്കൾക്ക് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇല്ല, എല്ലാം താങ്കൾ തന്നെയാണ് ചെയ്യുന്നതെന്ന്. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് VD സതീശൻ സാറേ. കാരണം 1.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു അക്കൗണ്ട്, അതിൽ വരുന്ന എല്ലാ റീൽസും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം സാർ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അതിന്റെ ടെക്നിക്കൽ സൈഡുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ സാറിനൊപ്പം മുഖ്യമന്ത്രി പണിയേക്കാൾ കൂടുതൽ ഈ ഒരു പണിയായിരിക്കുമല്ലോ. ഇത് കണ്ണടച്ച് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആരും ഇത് വിശ്വസിക്കില്ല സാറേ. ഇങ്ങനെ നുണ പറയേണ്ട യാതൊരു ആവശ്യവും ഇപ്പോൾ താങ്കൾക്കില്ല. മാധ്യമങ്ങളെടുത്ത് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുക. എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് നമുക്ക് ഒരാളെയും കൂടെ കൊണ്ട് നടക്കാൻ കഴിയില്ല. ഇങ്ങനൊരു കേസിൽ താങ്കളുടെ കോർഡിനേറ്റർ പിടിക്കപ്പെട്ടപ്പോൾ പരസ്യമായി ആളെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് താങ്കളെ ഈ നുണയ എന്ന് വിളിക്കുന്ന ജനങ്ങൾ തന്നെ താങ്കൾക്ക് കൈയടിച്ചേനെ. പക്ഷെ അതില്ലാത്ത പക്ഷം താങ്കൾ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.